നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ച കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുത്ത ഉത്തരം ഖാലു ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾക്ക് നിസ്കരിക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ കൊടുക്കുന്ന ഉത്തരം. അപ്പൊ നിസ്കാരം എന്നത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട, മൈൻഡ് ചെയ്യേണ്ട ഒന്നാണ് എന്നത് നമുക്കിതിൽ നിന്ന് കിട്ടുകയാണ്. ഇവിടെ ഒട്ടും നിസ്കരിക്കാത്തവരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇതേ വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രയോഗത്തിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ അശ്രദ്ധരാണ്. പറ്റണ നേരത്ത് സാധിക്കണ പോലെ അങ്ങനെ നിസ്കരിക്കുമ്പോൾ തന്നെ അവരുടെ ഫിക്കറൊന്നും നിസ്കാരത്തിൽ നിൽക്കുന്നില്ല, അതങ്ങനെ പറന്നു പോവുകയാണ്, എങ്ങട്ടാണെന്നില്ലാതെ പറന്നു പോവുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു തരം നഷ്ടക്കാരെ പറ്റി പറഞ്ഞു. ഒന്ന് നിസ്കരിക്കാത്തവര്, രണ്ട് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉപകാരം കിട്ടുന്നില്ല, അശ്രദ്ധരാകുന്നവര്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഒരു മനുഷ്യൻ 60 വർഷം നിസ്കരിച്ചു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നരച്ചു എന്നാണ് ഹദീസ്. ചെറിയ പ്രായം മുതൽ നിസ്കരിച്ച് വന്ന് ഇസ്ലാമിൽ അയാൾ നരച്ചു. പക്ഷെ അയാളുടെ ഒരു റക്അത്ത് പോലും പടച്ചോൻ സ്വീകരിച്ചിട്ടില്ല. എന്താ കാരണം? അയാൾ നിസ്കാരത്തിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച, നിർദ്ദേശിച്ച രൂപവും ഭാവവും ഉണ്ട്. അതയാൾ പാലിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അത് കണിശമാണ്. അപ്പോ നമ്മൾ നിസ്കാരത്തെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ നിസ്കാരത്തെ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ സീരിയസ്നെസ്സിൽ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായും നമ്മുടെ നിസ്കാരത്തിന്റെ രൂപവും ക്രമവും ഒക്കെ ശരിയാവിധമാകാൻ ആവശ്യമായ പഠനങ്ങളും പരിശോധനകളും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടോ? ഒരു ആത്മപരിശോധന നടത്തുകയാണ് നമ്മൾ. ഈ കാര്യം മാത്രം പറഞ്ഞ് ഇന്ന് ഖുതുബ നിർത്തി നിസ്കരിച്ച് പിരിഞ്ഞാലായിരിക്കും ഏറ്റവും നല്ല ഖുതുബ. അതായിരിക്കും. എന്നാ പിന്നെ പറഞ്ഞത് ഓർമ്മയിലുള്ളത് ഓർമ്മയിലില്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിച്ചു, പക്ഷെ അയാളുടെ ഒരു റക്അത്തും പടച്ചോൻ എടുത്തില്ല. ദിക്ർ തെറ്റിയിട്ടല്ല, ഇഖ്ലാസ് ഇല്ലാഞ്ഞിട്ടല്ല, തഖ്വ ഇല്ലാഞ്ഞിട്ടല്ല. എന്താ കാര്യം? അയാളുടെ നമസ്കാരത്തിന്റെ രൂപത്തിൽ ഉള്ള പ്രശ്നമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നിസ്കാരം പഠിപ്പിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, പ്രവാചകനെ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു, ശരിക്കും നിസ്കരിച്ചാൻ കാണിച്ചു കൊടുത്തു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അങ്ങനെ നിങ്ങളും നിസ്കരിക്കണം. അപ്പൊ അതുകൊണ്ട് നിസ്കാരം എന്നത് ഒരിക്കലും ഒഴിവുകഴിവുകളില്ലാത്ത ഒന്നാണ്. ആർക്കാണ് നിസ്കാരത്തിൽ നിന്ന് ഒഴിവുള്ളത്? 3 വിഭാഗത്തിന് മാത്രമാണ് നിസ്കാരത്തിൽ നിന്ന് ഒഴിവുള്ളത്. ഒന്ന് അൽ മജ്നൂൻ, ഭ്രാന്തനായ വ്യക്തി. ഏതുവരെ? ഹത്ത യുഫീഖ്, അവന്റെ ഭ്രാന്ത് മാറുന്നത് വരെ. ഒരാൾക്ക് ഭ്രാന്താണ്, അയാൾക്ക് നിസ്കാരം ഫർളില്ല. എന്നാൽ അയാൾക്ക് ഭ്രാന്ത് എപ്പോ മാറിയതിന്റെ അടുത്ത വക്തിനോ അവന്റെ അടുത്ത് പോയിരുന്നിട്ട് വളരെ സ്നേഹപൂർവ്വം അവനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നിസ്കരിപ്പിക്കണം എന്നാണ്. ഹത്ത യുഫീഖ്, അയാൾ ഭ്രാന്തിൽ നിന്ന് പോകുന്നത് വരെ. വസ്സബി ഹത്ത യബ്ലുഗൽ ഹുലൂം, ഒരു കുട്ടി അവന് പ്രായപൂർത്തിയാകുന്നത് വരെ, പ്രായപൂർത്തിയുടെ അവസ്ഥ എത്തുന്നത് വരെ അവനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിച്ചിട്ടുള്ള കുറ്റമൊന്നും കിട്ടൂല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 7 വയസ്സാകുമ്പോൾ മുതൽക്ക് അത് പരിശീലിപ്പിച്ചു തുടങ്ങണം. 10 വയസ്സാകുമ്പോൾ അവനൊന്ന് നിർബന്ധിക്കണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചെറിയ അടിയൊക്കെ കൊടുക്കണം. ഈ അടി വില ഉണ്ടാകപ്പോഴേ ഉള്ളൂ. കണ്ടതിനും കേട്ടതിനും നോക്കിയതിനും പറഞ്ഞതിനൊക്കെ കൊട്ടണ ചില രക്ഷിതാക്കളുണ്ട്. ഓല് കൊട്ടിയാലും മക്കൾക്ക് തച്ചത് ഫീൽ ചെയ്യൊന്നുമില്ല. അതിങ്ങനെ അവിടെ സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ്. മൂപ്പര് കുറെ ഒച്ചടും, പിന്നെ ഒന്ന് വന്നാണ്ട് ഒരു കൊട്ടു കൊട്ടു, എന്നിട്ട് ഉമ്മ വന്നാണ്ട് കുറച്ചൊരു ഒഴിഞ്ഞു. ഇവിടെ സ്ഥിരം ഉണ്ടാണോ ഒന്നല്ലേ എന്നാ വരിക. അപ്പം അതിമണ്ടൊക്കെ ആ അടി എങ്ങനെയെന്നടക്കം ഹദീസുകളിലുണ്ട് അല്ലെ? ആ അടി എങ്ങനെ? അത് ഒരിക്കലും മുറിയാകുന്ന അടിയല്ല, അത് ഒരു രോഷപ്രകടനാണ്. നീ എന്താ മോനെ ഇങ്ങനെയല്ലല്ലോ ഉപ്പാന്റെ കുട്ടി ആകേണ്ടത്. അല്ലാതെ അടിച്ചിട്ട് കയ്യും കാലം മുറിക്കുന്ന പരിപാടി അല്ല അത്, യാതൊരു സംശയമില്ല. അപ്പൊ കുട്ടി,
ഇനി വന്നഇമ ഹത്താ യസ്തൈഖിദ്, ഉറങ്ങിയ ആള്, ഉറക്കത്ത് പൂട്ടിയ ഒരാളുണ്ട് ഉറങ്ങി. ആ ഉറങ്ങണ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ഉണരാൻ ആവശ്യമായ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾ 2 അലാമൊക്കെ വെച്ചു, വിളിക്കാനൊക്കെ ഏർപ്പാട് ചെയ്തു. പക്ഷെ അയാൾ 2 ദിവസം കിടന്നുകൊണ്ട് ഉറങ്ങി വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കത്തിലായിരിക്കെ അതിൽ ഉണരാൻ ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടും ഉറങ്ങിപ്പോയ ആളാണെങ്കിൽ ഞാൻ ഉറക്കത്തിൽ അയാൾ മരിച്ചു പോയാലും അയാൾക്ക് നിസ്കരിക്കാത്തതിന്റെ കുറ്റം കിട്ടൂല. പക്ഷെ ഉണർന്ന അപ്പ സുബഹി പോയി, ളുഹ്ർ പോയി, ഒക്കെ നിസ്കരിക്കണം. ഇസ്ലാമിൽ ഖലാ എന്ന് പറയുന്ന സാധനം അപ്പോഴുള്ളൂ. അപ്പൊ നമ്മളൊക്കെ സാധാരണ സ്കൂളിൽ നിന്ന് കുട്ടികളോട് ചോദിക്കും, ആ മാഷെ ഖലാ വീട്ടിലുണ്ട് അറിയും. മുസ്ലിം സമുദായത്തിന് ചില ആളുകൾ ഉണ്ടാക്കി കൊടുത്ത എക്സിറ്റുകളാണ് ഇതൊക്കെ. അങ്ങനെ ഒരു ഖലാ ഇല്ല. ഇപ്പൊ എനിക്ക് 5 കൊല്ലം മുമ്പ് ഉള്ളൊരു നിസ്കാരം ഓർമ്മ വരും. നിങ്ങള് 5 കൊല്ലം ഞാൻ എറണാകുളത്ത് പോയപ്പോ അന്ന് ലോഹറിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നാൽ അപ്പൊ സ്കരിക്കണം. അത് ഖലാ ആണ്. അതല്ലാതെ എപ്പോ ഇങ്ങനെ ഓർമ്മ ഉണ്ട് ലോഹറിന്റെ സമയമാണ് അത് ഞാൻ ഖലാ വിട്ട, അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതിനാണ് ഇസ്ലാം ജംഇനെ കൊണ്ടുവന്നത്. ജംഉം ഖസ്ർ. അപ്പൊ നമുക്ക് വസ്വാസ അല്ലെ? യാത്രയിലാകുമ്പോ ഒരു യാത്രക്കാരൻ ആ യാത്രയുടെ ദൂരമൊക്കെ സംബന്ധിച്ചൊക്കെ പല പല അഭിപ്രായങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ചുരുക്കം എന്താ? ഞാൻ ശരിക്കും യാത്രക്കാരനാന്ന് നമുക്ക് ഫീൽ ചെയ്യണം. ഇവിടുന്ന് പെരിന്തൽമണ്ണക്ക് പോകുമ്പോ നമുക്ക് യാത്ര ഫീൽ ചെയ്യോ? ഇവിടുന്ന് പെരിന്തൽമണ്ണക്ക് പോകുമ്പോൾ തന്നെ യാത്ര ഫീൽ ചെയ്യൂലല്ലോ. അപ്പൊ ഒരു യാത്രയുടെ ഒരു പ്രിപ്പറേഷനോട് കൂടെ നമ്മൾ പോകേണ്ട സമയത്ത് യാത്രക്കാര് 2 റക്അത്തുള്ളൂ ളുഹർ. 4 റക്അത്ത് നിസ്കരിച്ചാൽ സുബഹി 4 റക്അത്ത് നിസ്കരിച്ച മാതിരിയാണ്. യാത്രയിൽ 2 ഉള്ളൂ. അതിൽ വസ്വാസിന്റെ ആവശ്യമില്ല. ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമായി നിൽക്കണ്ട. എന്നാൽ ജംഇന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമല്ല. ജംഇ അവശ്യഘട്ടങ്ങളിൽ നമുക്ക് ജംആക്കാം. നമ്മൾ വാപ്പാന്റെ സർജറി നടക്കുകയാണ്, അപ്പൊ അത് നീളും. അപ്പൊ അവിടെ തിയേറ്ററിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ളുഹറിന്റെ കൂടെ അസർ ചെയ്യാം, അല്ലെങ്കിൽ അസറിലേക്ക് ഇങ്ങോട്ട് ളുഹറിനെ ജമ്മാക്കാം, അല്ലെങ്കിൽ മഗ്രിബിനെ ഇശായിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇശായിനെ മഗ്രിബിലേക്ക് കൊണ്ടുപോകാം. അതിനെ ഖലാ അല്ല, നിയ്യത്താക്കണം. ഇപ്പോ ഞാനിവിടെ നിൽക്കണം പഠിച്ചോനെ, ഞാൻ എന്റെ നിസ്കാരം ഇന്ന സമയത്ത് നിർവഹിക്കും. ഒന്നിങ്ങനെ ഒരു 2 സെക്കൻഡ് പഠിച്ചോന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? അത് മനസ്സുകൊണ്ടൊരു വർത്താനം പറയണം. വളരെ ഗൗരവമാണ്. ഈ ഒരു 3 ആളുകൾക്കല്ലാതെ ഒരു ഘട്ടത്തിലും നിസ്കാരത്തിൽ കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്ക്, പലപ്പോഴും നമ്മളെയൊന്നും വീട്ടിലും കുടുംബത്തിലൊക്കെ പ്രായമായവരുടെ കാര്യത്തിൽ പലപ്പോഴും ഇത് അശ്രദ്ധമാണ്. നമ്മൾ ജീവിതം മുഴുവൻ ശരിക്ക് ബാങ്ക് ഇങ്ങനെ കാത്തു നിൽക്കണ ചിലന്മാരൊക്കെ ഉണ്ടാവും. അവർക്ക് ബുദ്ധി ഓർമ്മയൊക്കെ ഉള്ള കാലത്ത് ബാങ്ക് കൊടുക്കണമെന്ന് കേട്ടാൽ നേരെ പോലെ എന്ത് ചെയ്യും? കാര്യം നിസ്കരിച്ച് എന്നിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഇങ്ങനത്തെ ആളുകളൊക്കെ വെയ്യാതെ കിടക്കുമ്പോ അവരെ പലപ്പോഴും നിസ്കരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയെ, അവരെ ഓർമ്മകൾ മാഞ്ഞു തുടങ്ങും. സുഹൃത്തുക്കളെ, ഓർമ്മകൾ മാഞ്ഞു തുടങ്ങും. ആർക്കും ഓർമ്മകൾ മാഞ്ഞു തുടങ്ങും. പുതിയ കാലത്ത് ആൽഷിമേഴ്സ് രോഗത്തിന്റെ എണ്ണം വർദ്ധിക്കും, യാതൊരു സംശയമില്ല. മെഡിക്കൽ സ്റ്റഡീസ് ഒക്കെ എത്രയോ വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ, കഴിഞ്ഞ 1000 കൊല്ലങ്ങൾ കൊണ്ടുണ്ടാകാത്ത ഡാറ്റ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ 1000 കൊല്ലം കൊണ്ട് ഉണ്ടാകാത്ത അത്ര ഡാറ്റ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ശരിക്ക് തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു നടപടിക്രമത്തിന്റെ ചില പിക്ചറൈസേഷൻ വീഡിയോകളൊക്കെ ഉണ്ട്. അതിന്റെ നമ്മൾ കണ്ട ഭയങ്കര ഭീകരത തോന്നും. പിന്നെ വെറുതെ അങ്ങനെ തോണ്ടൂല. ഇത് ഡാറ്റ എങ്ങനെ ചെല്ലുന്നു, റിസീവ് ചെയ്യുന്നു, അതിങ്ങനെ വേർതിരിക്കുന്നു. ഇതൊരു ഭയങ്കര സംഭവമാണ്. കണ്ടത് നേരെ വിഭിന്ന ദിശയിലുള്ള സാധനങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും മനസ്സിനും തലച്ചോറിനും ഒക്കെ അത് ഉണ്ടാക്കുന്ന പരിക്കുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് ഓർമ്മകൾ മാഞ്ഞു തുടങ്ങും. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഈ ഉമ്മാന്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, നിസ്കാരത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, ചെറിയൊരു കുട്ടീനോട് പറഞ്ഞ മാതിരി പറഞ്ഞു കൊടുത്ത് നിസ്കരിപ്പിക്കണം. ICUവിൽ കിടക്കണ വാപ്പയാണെങ്കിലും ICUവിൽ നമ്മൾ 6 മണിക്ക് കയറണം എന്തിനാ? അല്ലെ, 2 ആൾക്ക് കാണാൻ ചാൻസ് ഉണ്ട് അറിയും. എന്നിട്ട് അവിടെ കുടുംബക്കാരിങ്ങനെ ക്യൂ നിൽക്കും. എന്നിട്ട് മൂത്ത ആളെ മറ്റാളെ കാണിച്ചിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് പിണക്കം. ഇതൊക്കെ എന്നോടത്ത് തൊടുവിലിടേണ്ട കാലം കഴിഞ്ഞു സുഹൃത്തുക്കളെ. രാവിലെ ആരാണോ കണ്ടത് ഓലാണോ വൈകുന്നേരം കണ്ടത്. അപ്പോഴാണ് ആ രോഗത്തിന്റെ പുരോഗതി ഒക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റുക. അതിനാണ്ട് പോണേ, അല്ല എത്തി നോക്കിങ്ങാണ്ട് ഇങ്ങനെ പോരാനല്ല. എന്നിട്ടോ അതിങ്ങനെ ഒപ്പിച്ചേക്കൂ, ഒരു കാര്യക്കോ എവിടെ സാധാരണ ഈ ICUവിന്റെ മുമ്പിൽ എടുക്കണ നാടകങ്ങളാണ് ഇതൊക്കെ. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞോന്ന് മാത്രം. അത് കൃത്യമായിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ ചെവിയിൽ പോയിട്ട് നിസ്കാരത്തിന്റെ സമയം അതിനിട്ടപ്പോ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറയാനും അതിനൊക്കെയാണ് ആ പോണത്. ഒരാശ്വാസം കൊടുക്കാനും, അല്ല അങ്ങനെ എത്തി നോക്കി പോരാനല്ല. ഇടിച്ചു കയറും, എല്ലാവരും ഇങ്ങനെ ഇടിച്ചു കയറ്റും. ഇതില് ഭയങ്കര
ചെറിയൊരു ഇൻഫെക്ഷൻ കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെടാവുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ഇവൻ ഓരോ സ്ഥലത്ത് പാഞ്ഞു വന്നേക്കാരം. എന്നിട്ട് ഓനെ കൂടുതലായിട്ട് പിടിച്ചു കയറ്റുന്ന കാര്യം എന്താ? ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. സഹോദരന്മാരെ, അപ്പോ ആ നിലക്ക് അവിടെ പോലും നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ എങ്ങനെയാണ് ഓർമ്മയും ബുദ്ധിയുള്ളൊക്കെ സമയത്ത് പറ്റണ നേരത്ത് നിസ്കരിക്കുന്നിടത്തൊക്കെ നമ്മൾ മാറുക? ഓരോ ദിവസവും ളുഹറിന് ഓരോ സമയമാണ് ചില ആൾക്കാർക്ക്. നമ്മളറിയാം, എനിക്ക് കടയാണ്, എനിക്ക് യാത്രയാണ്, എനിക്ക് ജോലിയാണ്. നമ്മളെ നല്ലോണം ദീനിയായ ഒരു സ്റ്റാൻഡ് എടുത്താല് അതിനൊക്കെ വഴി തെളിയും. നമുക്ക് നിസ്കരിക്കാൻ പറ്റും. നമുക്ക് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കാൻ പറ്റും. ജമാഅത്തായിട്ടാണ് നിസ്കരിച്ച് ശീലിച്ചാണ്ടല്ലോ, അതിൽ കിട്ടുന്ന ഒരു ആനന്ദവും സംതൃപ്തിയൊക്കെ അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഒരാളും പേരുകൊണ്ട് മാത്രം മുസ്ലിം ആകൂല. നമ്മളെ സർക്കാർ രേഖകളിലൊക്കെ മുസ്ലിം മാപ്പിളയായിരിക്കും, OBC ഒക്കെ ആയിരിക്കും. പക്ഷെ പടച്ചോന്റെ അടുത്ത് മുസ്ലിം ആകാൻ കുറച്ച് പണിയുണ്ട്. ഇന്ന ബൈനർ റജുലി വ ബൈനൽ കുഫിരി അബിശ്ശിർക്കി തർക്കുസ്സലാം. നിസ്കാരത്തിന് ഒരു വ്യക്തിയുടെയും കുഫറിന്റെയും ഇടയിലുള്ള വിവേചനമാണ് അൽ അഹ്ദുല്ലദീ ബൈനന അൽ ഫർഖു ബൈനൽ, വ്യത്യാസം എന്ന് പറയുന്നത് അത് നിസ്കാരാണ്. തർക്കുസ്സലാത്ത് കൊണ്ട്, നിസ്കാരത്തെ ബോധപൂർവം ഉപേക്ഷിക്കുന്നത് കൊണ്ട്, നിസ്കാരത്തെ നിഷേധാത്മകമായി ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവന്റെ ഇസ്ലാം നഷ്ടപ്പെടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, മൻ സമിഅ ഹയ്യ അല സ്വലാ ഫലം യുജിബ് ഫഖദ് തറക സുന്നത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ ഹയ്യ അല സ്വല കേട്ടു, എന്നിട്ട് അതിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ ആ വ്യക്തി അവൻ പ്രവാചകന്റെ ചര്യയാണ് ഉപേക്ഷിക്കുന്നത്. അത്രയും നേരം കടിയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്നാണ്ട് ബാങ്ക് കൊടുക്കുമ്പോ കാണാൻ സാധനം വാങ്ങി നേരെ പെരേക്ക്. നമുക്ക് ചില ആൾക്കാരെ ഇങ്ങനെ ഓർമ്മ വരുമ്പോ ഓല ഓർമ്മ വരല്ല വേണ്ട. നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നുള്ളതാണ്. മാത്രല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൻ സമിഅൻ നിദാ ഫലം യുജിബ് ഫലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ. എന്താ മൻ സമിഅൻ നിദാ ഫലം യുജിബ്? ഒരാൾ ബാങ്ക് കേട്ടു, എന്നിട്ട് അതിന് പള്ളിയിൽ പോയി അവൻ ഉത്തരം കൊടുത്തില്ല, പള്ളിയിൽ പോയി നിസ്കരിച്ചില്ല എങ്കിൽ ഫലാ സ്വലാത്ത ലഹു, അവന് നിസ്കാരല്ല. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമല്ല. ഇല്ലാ മിൻ ഉദ്രിൻ, എന്തെങ്കിലും ഒരു ഉദ്റുണ്ട്, ഇപ്പൊ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റാത്ത വിധമുള്ള എന്തോ ഗൗരവതരമായ ഒരു ഉദ്ർ അവനുണ്ട്. അല്ലാതെ നമ്മൾ പോയി, പുരുഷന്മാരോടാണ് പ്രത്യേകിച്ച് പറയണത്, പുരുഷന്മാരോടാണ് നമ്മൾ 6 മാസം മുമ്പാണ് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വീണ്ടും ഓർമ്മയാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അത് വീണ്ടും ഓർമ്മയാക്കുന്നത്. അപ്പൊ ഒരു വ്യക്തി ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ അവന് പറ്റണ നേരത്ത് കുമ്പിട്ട് നീച്ചു പോയാല് അതുകൊണ്ട് നിസ്കാരം കിട്ടിയെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കും, മരുഭൂമിയിലുള്ള ഒരു കാര്യം റസൂലുള്ളാഹി പറയാണ്, മാമിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ ബലാ ബദ്വിൻ ലാ തുഖാമു ഫീഹിമുസ് സ്വലാ ഇല്ലാ ഖദ് ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ ഫഅലൈക്കും ബിൽ ജമാഅ ഫഇന്നമാ യഅകുലു ദിഅബു മിനൽ ഗനം അൽ ഖാസിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അബൂ ദാവൂദ് നസായി ഉദ്ധരിച്ച ഹദീസാണ്. 3 ആളുകൾ ഉണ്ട്, 3 ആൾ അവിടെ ഉണ്ട്. ഒരുപക്ഷെ ഒരു ഗ്രാമത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പട്ടണത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മരുഭൂമിയിലായിരിക്കും, എവിടെയാകട്ടെ. ആ വ്യക്തികൾ അവര് ബാങ്ക് കൊടുത്താൽ അവരെന്ത് ചെയ്യണം, ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇല്ലെങ്കിൽ പിശാച് അവരുടെ മേൽ ആധിപത്യം നേടും എന്നാണ്. റസൂലുള്ളാഹി പറയണേ, അലൈക്കും ബിൽ ജമാ, നിങ്ങളെല്ലാം സംഘമായിട്ടാണ് നിർവഹിക്കേണ്ടത്. ശൈത്താൻ പിടികൂടി പോകുന്നത് ആരെയാണ്? ആട്ടിൻ പറ്റത്ത് എങ്ങനെ ഓടിച്ചിട്ട് അതിൽ നിന്ന് ഒറ്റക്ക് പോണ ആടിന്റെ പിന്നാലെയാണ്, ആട്ടിൻകൂട്ടങ്ങളുടെ പിന്നാലല്ല. ഒറ്റപ്പെട്ടു പോയ ആട്ടിൻകുട്ടിനെയാണ് പിശാച് എടുത്തുകൊണ്ടോണത് എന്നാണ്. അപ്പൊ എന്തിലും ഇസ്ലാമികമായ എന്തിലും ഒരു സംഘടിതമായ സമീപനം വിശ്വാസികൾക്ക് ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നിച്ചു നിൽക്കുമ്പോ, ഒരു സംഘമായി നിൽക്കുമ്പോ നമ്മൾ പലപ്പോഴും ആ സംഘമായി നിൽക്കുന്നിടത്തും തന്നെ നമ്മൾ പല കാര്യവും ഇങ്ങനെ എഡിറ്റ് ചെയ്യും. ഒരാൾ ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം നമുക്ക് മനസ്സിലാവും. അത് അയാൾ പറഞ്ഞ മാതിരിയെ പറയണ്ടേ, അതുണ്ടോ അയാൾ കണ്ടോ, അയാൾ നിസ്കരിക്കാൻ അങ്ങനെ നിൽക്കാണ്. അപ്പൊ സഫിൽ ഇങ്ങനെ നിൽക്കുമ്പോ മറ്റോന്റെ നഖം അതെന്ത് ക്ലീൻ ആയിട്ട് വെട്ടി വൃത്തിയാക്കി വന്ന് എന്റെ നഖത്തിന്റെ കോലം കണ്ടില്ലേ. ഒരു ആത്മവിമർശനം ഉണ്ട് ഉള്ളില്, മനസ്സിലായില്ലേ? ഒരു ആത്മവിമർശനം ഉണ്ട്, ഞാൻ എന്ത് മനുഷ്യനാണ് അല്ലെ. ഒരാളെ കണ്ടു, സലാം പറഞ്ഞു. അപ്പം അങ്ങനെ അത്തരം ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നാണ്. ഇനി മാത്രമല്ല, ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വലൗ അന്നക്കും സ്വല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫ് ഫീ ബൈതിഹി. വലൗ അന്നക്കും സ്വല്ലൈതും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്. കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫ്, ഇങ്ങനെ മടിച്ച് വീട്ടിലിരിക്കണനെ പോലെ, പള്ളി പോകാതെ മടിച്ച് പിന്തി നിൽക്കുന്ന ആളെ പോലെ നിസ്കരിക്കുകയാണെങ്കിൽ ഫീ ബൈതിഹി ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ നബിയുടെ സുന്നത്താണ് ഒഴിവാക്കിയത്.
വലൗ തറക്തും സുന്നത്ത് നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ നബിയുടെ സുന്നത്തിന് ഒഴിവാക്കിയാൽ ലളൽതും, നിങ്ങൾ വഴിതെറ്റും. നമുക്ക് ഈ സുന്നത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരിക, ചെയ്താൽ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്തതും. മാറസെന്ന് പണ്ട് പഠിച്ച ഒരു സംഭവമാണ്. എന്നാല് ഫിഖ്ഹിന്റെ ഭാഷയിൽ അതിന് നമ്മൾ പറയാം മുസ്തഹബ് എന്നാണ്. സുന്നത്ത് എന്ന് പറഞ്ഞപ്പോ സുബഹിന്റെ 2 റക്അത്തും പ്രവാചകന്റെ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അഖ്വാൽ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്അലുഹു വതഖ്രീറാത്തുഹു, പ്രവാചകന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം. അതിൽ ഫർളായതുണ്ടാകും, അതിൽ മുസ്തഹബായതുണ്ടാകും, അതിൽ കുറ്റം കിട്ടാത്തതുണ്ടാകും, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടാത്തതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഫർളായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇമാം മുസ്ലിം അബൂദാവൂദ് ഒക്കെ ഉദ്ധരിച്ച ഈ ഹദീസിൽ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഒരു സുബഹി നമസ്കാരം മാത്രം എടുത്താൽ ചില പോയിന്റുകൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒഴിവാക്കി ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണ് ഞാൻ. രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ഒരാൾക്ക് സുബഹി ജമാഅത്തായി നിർവഹിച്ചാൽ ഉണ്ട് എന്നാണ്. മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ. ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലി അയാൾക്ക് ഉണ്ട് എന്നാണ്. ഇത് ജമാഅത്ത് ശീലല്ലാത്തവർക്കും ഓർമ്മ വരണം, ജമാഅത്തിന് പോണവർക്കും ഓർമ്മ വരണം. നമ്മൾ ഇശാ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ ഒള്ളൊക്കെ എടുത്ത് പള്ളിയിൽ കയറുമ്പോ എന്താ ഓർമ്മയില്ല വരണ്ടേ പഠിച്ചോനെ, ഇത് രാത്രി പകുതി നിസ്കരിച്ച കൂലിയാണ്. ആ തറാവീഹിന്റെ ഒക്കെ ഒരു 2 മണിക്കൂർ നിസ്കാരം പൂർത്തിയാക്കുമ്പോൾ തന്നെ കാല് നമ്മളൊരു 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും അല്ലെ. ഇമാമ് കുറച്ച് ഓത്ത് നീണ്ടാല് പ്രായമായ ആളുകളൊക്കെ ഉള്ളതാണ്, എനിക്ക് പ്രശ്നമല്ല കേട്ടോ അല്ലെ. ഈ സ്ഥാനത്താണ് 4 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതി നിസ്കരിച്ച കൂലി ഉണ്ട് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി മാത്രല്ല, ഇതിന്റെ കൂടെ പ്രവാചകൻ പറയാ വമൻ സല്ല സുബഹ ഫി ജമാഅത്തിൻ, സുബഹി ഒരാൾ ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ല, രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ്. അപ്പൊ സുബഹിയും ഇശാവും കൂടി ജമാഅത്തായിട്ട് നിർവഹിച്ച ഒരാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണെന്നാണ്. അപ്പൊ അതിനെന്ത് തടസ്സം ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെ തട്ടി മാറ്റി വരിക എന്നുള്ളതാണ്. ഇപ്പൊ പ്രവാചകന്റെ പള്ളിയിലേക്ക് സ്വഹാബത്ത് ജമാഅത്തിന് വന്ന രൂപമൊക്കെ ഹദീസിൽ കാണാം. ഞങ്ങളിങ്ങനെ കാണും, രോഗികളായ ആളുകൾ 2 തോളിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ വരും. കാരണം എന്താ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് തിങ്കളാഴ്ച രാവിലെ അല്ലെ, ഒരു 8-8:30 മണി ആ സമയത്താണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായി നിർവഹിച്ച അവസാനത്തെ നിസ്കാരം ഏതാ? ഇശാ നിസ്കാരമാണ്. മഗ്രിബിന്റെ ഒക്കെ സമയത്ത് പ്രവാചകൻ അബോധാവസ്ഥയ്ക്ക് പോയി. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ബോധം വന്നപ്പോ പ്രവാചകൻ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇശാ നിസ്കാരത്തിന് അദ്ദേഹം ഇമാമത്ത് നിൽക്കുകയാണ്. മഗ്രിബിന് റസൂലുള്ളാഹി പള്ളിയിൽ വന്നില്ല, ബോധം തെളിഞ്ഞതുമില്ല. ബോധം തെളിയുമ്പോ ഖുർആൻ ഓതുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചിരിച്ചു റസൂലുള്ളാഹി. എന്നിട്ടോ ഇശാ നിസ്കാരത്തിന്റെ നേരെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും വിളിപ്പിച്ചു. എന്താ, ഇതിപ്പോ നബിന്റെ പള്ളിയാണെങ്കിൽ ഇവിടെയാണ് റസൂലുള്ളാഹിന്റെ വീട്, ഇത് പള്ളി, ഇത് വീട്, ഒരു വിരിയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോ നേരെ തോളിലേക്ക് ഇങ്ങനെ തൂങ്ങി. ഹദീസിൽ കാണാം പ്രവാചകന്റെ കാലിങ്ങനെ മണ്ണിൽ വലിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കിൽ ഇറങ്ങി നിന്നു. പ്രവാചകൻ തുടരാൻ പറഞ്ഞു, തുടർന്നില്ല. പ്രവാചകനെ കണ്ടപ്പോ പിന്നെ അദ്ദേഹം ബാക്കിൽ നിന്നു. പ്രവാചകൻ നേരെ മുന്നിൽ പോയി ഇരുന്ന് നിസ്കരിച്ചു. എല്ലാവരോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അപ്പൊ ഇപ്പോ അവിടുന്ന് ഒരു ഫിഖ്ഹിന്റെ മസ്അല കിട്ടുന്നുണ്ട്. ഇമാമ നിസ്കരിക്കണതിന്റെ ഇടക്ക് ഇമാമിന് എന്തോ ബുദ്ധിമുട്ട് വന്ന് ഇമാം ഇരുന്നാൽ പിന്നെ മൗമൂമിങ്ങൾ ഇരുന്നാണ് നിസ്കരിക്കേണ്ടത്. ആ ഒരു മസ്അലയും കൂടി അവിടെ പഠിപ്പിക്കപ്പെട്ടു കേട്ടോ. അങ്ങനെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വന്നിട്ടില്ല. സുബഹിന്റെ നേരത്ത് പ്രവാചകനെ വിരിമാറ്റി നോക്കുന്നുണ്ട്. ഒരു ചിരി ചിരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സമൂഹം അവർ പ്രൗഢമായി മുന്നോട്ട് പോകുന്ന സന്തോഷാണത്. പക്ഷേ പ്രവാചകൻ വിരി നീക്കിയതും വിരി അടച്ചതും ഒക്കെ ജീവിതത്തിന്റെയും മരണത്തിന്റെ ഇടയിലായിരുന്നു എന്ന് ആർക്കും മനസ്സിലായില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ലോകത്തിന്റെ ദൂതൻ യാത്ര പറഞ്ഞു. അപ്പോ അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, പ്രവാചകന്റെ അന്തിമോപദേശങ്ങൾ എടുത്താൽ അസ്വല നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പ്രവാചകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ മരണവക്രത്തിൽ പോലും പറയണ്ടേ. ഞാൻ ചോദിക്കണേ, ഞാൻ എന്നോട് ചോദിക്കണേ, നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണ്ടേ, നമുക്ക് അത്ര സീരിയസ്നെസ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉണ്ടോ എന്നാണ്. അത്ര സീരിയസ്നെസ് ഉണ്ടോ? സൗകര്യപ്പെടുമ്പോഴൊക്കെ പറ്റണമാതിരി എന്നതാണോ? നമ്മളിപ്പോ ഒന്നിച്ച് ഒരു ഓഫീസിലോ
അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഇതിൽ ഉണ്ടാക്കിക്കൊണ്ടെന്ന് നമുക്ക് ജമാഅത്ത് പരമാവധി ജമാഅത്തായി തന്നെ നിസ്കാരം നിർവഹിക്കുന്ന ഒരു രൂപമൊക്കെ ആസൂത്രണം ചെയ്യണ്ടേ? അതൊരാൾ മുൻകൈ എടുക്കേണ്ടതല്ലേ? പഠിക്കണ കുട്ടികളെ അതിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? പല സ്ത്രീകളുടെയും ലൊഹുർ അസർ കടത്തും, എന്നിട്ടൊരു നിസ്കാരമാണ് ഇത്. ഈ ലൊഹുർക്ക് നിസ്കരിച്ചാലും എന്താ പറയുക, മേത്താകെ ചളിയലും എന്നാ പറയാ. 2 കപ്പ് വെള്ളം, പണ്ടത്തെ മാതിരി മുക്കും കൂടി വേണ്ടല്ലോ, ഒഴിക്കും വേണ്ട, നേരെ ഷവറിന്റെ വീട്ടിൽ പോയി നിന്നാ മതി. ഒരു മിനിമം വൃത്തിയാക്കി നിസ്കരിച്ചതിന്റെ ശേഷം പിന്നെ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തേണ്ടതില്ലേ എന്നത് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, രാത്രി നിസ്കാരത്തിന് വേണ്ടി എണീറ്റ ഒരു സ്വഹാബിക്ക് സുബഹി നിസ്കാരം പോയി. അപ്പൊ സുബഹി നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഫ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോ സ്ഥിരം നിൽക്കുന്ന ഒരാളുണ്ട്, അയാളവിടെ കാണുന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ മിക്കവാറും ഒക്കെ എല്ലാവരും ഒരേ സ്ഥലത്തായി ഇരിക്കുക, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഏകദേശമൊക്കെ. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ നോക്കും ആരൊക്കെ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ നോക്കും. അതൊരു മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമാണ് കേട്ടോ. അതേപോലെ പ്രവാചകൻ കാണുന്നില്ല. അപ്പൊ നേരെ ഖലീഫ പോവുകയാണ്. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി വേണ്ടാത്ത, പൈലറ്റ് വാഹനങ്ങളും അനുബന്ധങ്ങളും ഒന്നും വേണ്ടാതെ ധീരമായി തന്റെ ജനതക്കിടയിലൂടെ നിർഭയം നടന്നൊരു ഭരണാധികാരി അദ്ദേഹം നേരെ കയറി ചെല്ലുകയാണ് വീട്ടിക്ക്. എന്നിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഉണ്ട്, ഉമ്മു സുലൈമാനോട് ചോദിച്ചു, ലം അറ സുലൈമാൻ ഫി സുബ്ഹ്, സുലൈമാനെ കണ്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ ഫഖാലത്ത് ഇന്നഹു ബാത യുസല്ലി ഫഗലബതുഹു ഐനാഹു, രാത്രി ഫുള്ള് നിസ്കരിക്കായിരുന്നു. ആ നിസ്കാരത്തിന്റെ കറക്റ്റ് സമയത്ത് മൂപ്പരണ്ട് ഉറങ്ങിപ്പോയി. ഫഖാല ഉമർ റളിയല്ലാഹു പറയാണ്, ലഅൻ അശ്ഹദ സ്വലാത്ത സുബ്ഹ് ഫി ജമാഅത്തിൻ ലഅൻ യശ്ഹദ സ്വലാത്ത സുബ്ഹ് ഫി ജമാഅത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ യഖൂമ അൽ-ലൈൽ, അല്ലെങ്കിൽ ലഅൻ അശ്ഹദ സ്വലാത്ത സുബ്ഹ് ഫി ജമാഅത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ബിൽ-ലൈൽ. അദ്ദേഹം രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കണിലേറെ എനിക്കിഷ്ടം, അല്ലെങ്കിൽ ഞാൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കണിലേറെ എനിക്കിഷ്ടം സുബഹിന്റെ ജമാഅത്ത് കിട്ടലാണ്. അതുകൊണ്ട് സുബഹിന്റെ ജമാഅത്ത് പോകുമെങ്കിൽ അവനോട് രാത്രി നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞതാ, സുബഹിന്റെ ജമാഅത്ത് കളയണ്ട എന്ന്. അപ്പൊ സുബഹിന്റെ ജമാഅത്തിനെ ആ അർത്ഥത്തിൽ ഗൗരവപൂർവ്വം അവർ കണ്ടു. ഇനി മാത്രല്ല, അന്ത്യദിനത്തിൽ വിശ്വാസികളെ തിരിച്ചറിയുന്ന ഒരു അടയാളമായി ഇതുണ്ടാകുന്നതാണ്. ബശ്ശിരിൽ മശാഇന ഫിൽ ദുലുമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഇരുണ്ട രാത്രികളിൽ അരണ്ട വെളിച്ചത്തിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്ന ആളുകളോട് നാളെ പരലോകത്ത് അവർക്കൊരു പ്രത്യേകതരം പ്രകാശം അവരെ വലയം ചെയ്യും എന്ന കാര്യം അറിയിക്കണം നബിയെ എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. മാത്രല്ല, വല്ലാത്തൊരു ഓഫറാണ്. എന്താ? റബ്ബിന്റെ സംരക്ഷണാണ്. സമ്രത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയണേ, എന്താ, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹു ഫീ ദിമ്മത്തില്ലാഹ്. ഒരാൾ സുബഹി ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പിന്നെന്താ വേണ്ടു? അള്ളാഹുവിന്റെ സംരക്ഷണം എന്നുള്ള വലിയൊരു സംഭവം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ആ കട്ടിലിന്റെ അവിടെ മുസല്ല നീക്കിയിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ആ കള്ളിത്തുണി എടുത്തിട്ട് ഒരു 1.5 നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് അവിടെ തന്നെ കടന്നുറങ്ങണേ. എന്ത് തടസ്സം നമുക്ക് ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളിൽ നിന്നൊക്കെ ഉള്ള രക്ഷയാണത്. നമ്മൾ വണ്ടി ദീർഘമായ ലൈനിൽ ഓടുന്ന ആൾക്കാരാണ്. പല മരത്തുമ കയറുന്നവരുണ്ട്, കാട് വെട്ടുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോണവരുണ്ട്, അല്ലേ? ഇതൊന്നും വേണ്ട, നമ്മളെ പേരിലിരിക്കണേ തന്നെ. അപ്പൊ നമുക്ക് കിട്ടേണ്ട സംരക്ഷണത്തിന്റെ നീയത്ത് സുബഹ് നമസ്കാരത്തിൽ ഉണ്ടാകണം. സ്ഥിരമായി വരുന്നവർക്ക് അങ്ങനെ ഒരു നീയത്ത് ഉണ്ടായാലുണ്ട്. പഠിച്ചോനെ, ഇതുകൊണ്ട് ഒരു സംരക്ഷണം എന്നുള്ളൊരു സംഭവം ഉണ്ട്, അതെനിക്ക് കിട്ടണം നമ്മൾ വിചാരിക്കലുണ്ടോ? വീട്ടിലും ഇപ്പൊ സ്ത്രീകളും ഒക്കെ, ഇപ്പൊ നമ്മളെ പള്ളിയിൽ സുബഹിന് സ്ത്രീകളൊക്കെ പലരും വരലുണ്ട്. എന്താ? ഭർത്താക്കന്മാര് ബൈക്കുമ്പോ വരുന്നതിന് പകരം ഒന്നാണ് കാറാക്കും, അപ്പോൽക്കും വരാം. ഇനി വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മളെ പെൺകുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഉമ്മമാര് ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ ഒരു തരം കൾച്ചർ സൃഷ്ടിക്കലാണ്. അവിടെയൊക്കെ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ട്. ആ സുരക്ഷിതത്വം നമ്മൾ വിചാരിക്കുന്ന മറ്റെന്തിനേക്കാളും പ്രധാനമാണ് സഹോദരന്മാരെ, മറ്റെന്തിനേക്കാളും. മാത്രല്ല, മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. തണുപ്പുള്ള 2 നേരത്തെ നിസ്കാരങ്ങൾ, ഒന്ന് സുബഹിയാണ്, ഒന്ന് മഗ്രിബ് അസർ പോലെയുള്ള നിസ്കാരങ്ങളാണെന്നൊക്കെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിയും അസർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോ സൗദി അറേബ്യയിലൊക്കെ പോയ ആളുകൾക്കൊക്കെ അത് കുറച്ചുകൂടി നന്നായി അറിയാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രയോഗം വന്നത് എന്നുള്ള കാര്യം. മാത്രല്ല,
ഈ ഓഫർ തുടരുകയാണ്. ലൻ യലിജന്നാറ അഹദുൻ സ്വല്ല ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബിഹാ. സുബഹിയും അസറും ശരിയാം വിധം നിസ്കരിക്കുന്ന ആളുകളെ നരകം തൊടൂല എന്നാണ്. ഈ സുബഹിയും അസറും പ്രത്യേകം എങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, രണ്ടും വളരെ അശ്രദ്ധമായി പോകുന്ന സംഗതിയാണ്. ഇപ്പൊ 6 മണി സമയത്തോട് എന്ത് ചെയ്യും, മഗ്‌രിബാങ്ക് കൊടുക്കും. പല ആളുകൾക്കും അസർ ഇപ്പോ 5:30, 5:45 അസർ നിസ്കരിക്കും. നിങ്ങൾ പള്ളികളിലൊക്കെ ഒന്ന് കയറി നോക്ക്, അങ്ങനെ കാണാം. നേരെ പോയിട്ട് പള്ളിന്റെ സന്റെ ഒത്ത നടുക്കണ നിൽക്കും. എന്നിട്ട് അല്ലാഹു അക്ബർ, അവന് സുത്രല്ല, അവനൊന്നുമില്ല. മുന്നിലൊരു മറ വേണം. ഏറ്റവും മുന്നിലെ സൊഫിൽ വന്നാണ് നിസ്കരിക്കേണ്ടത്. മുന്നിൽ മറല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. ആ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് പോലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മറല്ല, ഒരു കാരണവശാലും മറല്ലാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വളരെ പഠിച്ച ചെയ്യുക. നമ്മളൊരു പുതിയ ബിസിനസ്സൊക്കെ ഇറങ്ങുമ്പോ, നമ്മൾ പെരപ്പണി എടുക്കുമ്പോ, സ്ഥലം വാങ്ങുമ്പോ ഒക്കെ പഠിച്ചല്ലേ ചെയ്യുക. ഏതെങ്കിലും സ്ഥലം വാങ്ങൂ, എന്നാലേ നമ്മളെ ആത്മാവിന് ശാന്തി കിട്ടേണ്ട, നമ്മൾ സുരക്ഷിതരാകേണ്ട അനുഷ്ഠാനങ്ങളും ആരാധനകളും ഒന്നും പലപ്പോഴും ഇത്തരം ഒരു ഗണത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഈ സുബഹിന്റെ ജമാഅത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഖുർആൻ അൽ ഫജ്ർ, ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. അള്ളാഹുവിന്റെ മലക്കുകൾ കുറച്ച് അധികം ഉണ്ടാവുന്നതാണ്. പൊതുവെ മലക്കുകൾ ഉണ്ടാവും, പക്ഷെ ഓരോ പള്ളിയിലും സുബഹി സ്വലക്ക് മലക്കുകൾ ധാരാളം ഉണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല, അഫ്ഖലു സ്വലാത്തു അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾക്ക് ഭാരമുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സ്വലാത്തുൽ ഇശ വ സ്വലാത്തുൽ ഫജ്ർ. സ്വലാത്തുൽ ഇശയും സ്വലാത്തുൽ ഫജ്റും രണ്ടും അവർക്ക് ഭാരമുള്ള നിസ്കാരമാണ്. അതിപ്പോ ഇനി പോണോ? നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവൂലേ? ഇതൊക്കെ നടക്കുവോ? ഇതൊക്കെ എപ്പോഴും നടക്കുവോ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. എന്നിട്ട് ആ കടന്റെ അവിടെ തന്നെ ചെറിയൊരു ഇതിട്ടിട്ട് ഒറ്റ നിസ്കാരം നിസ്കരിച്ചിട്ട് കഴിഞ്ഞു എന്നുള്ളതിലേക്ക് നിൽക്കും. അത് ഭാരമാണ്. അത് നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് പഠിപ്പിച്ചു. വലൗ യഅലമൂന മാ ഫീഹാ ലഅതൗഹുമാ വലൗ ഹബ്വ. അവർക്ക് അതിന്റെ പുണ്യം അറിയുമായിരുന്നെങ്കിൽ അവർക്ക് നടക്കാൻ കഴിയാഞ്ഞിട്ട് അവർ മുട്ടിൽ ഇഴഞ്ഞു വരുമായിരുന്നു. നടക്കാൻ കഴിയൂല, അപ്പൊ അങ്ങനെ മുട്ടിൽ ഇങ്ങനെ ഇഴഞ്ഞിട്ട് അവരെങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ ഇഴഞ്ഞിട്ടെങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു. അതിന്റെ മഹത്വം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല, സുബഹിന്റെ കാര്യം പ്രത്യേകം, അത് എല്ലാത്തരം അലസതകളുടെയും കെട്ടുകൾ പൊട്ടിക്കുന്ന എന്നാണ്. യഅഖുദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നായിമുൻ സലാസ ഉഖദ്. പിശാച് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്ക് 3 കെട്ടുകൾ ഇടും. ആ കെട്ടെങ്ങനെയാണ്, ഓനെങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് നമുക്കറിയില്ല. ഹദീസിൽ വന്നത് അത് അപ്രകാരം നമ്മൾ വിശ്വസിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവൻ എന്ത് ചെയ്യും? നമ്മളോട് പറയും, അലൈക ലൈലുൻ തവീൽ ഫർഖദ്, നീണ്ട രാത്രി ഉണ്ട്, ഉറങ്ങിക്കോ. സംഗതി 3 മണിക്ക് എണീറ്റപ്പോ ഇഞ്ഞോണ്ട് 2 മണിക്കൂർ ഇഷ്ടം പോലെ സമയം ഉറങ്ങിക്കോ. 5 മണിയായി, അപ്പോ 5:37 ഇനിയുണ്ട് 1 മണിക്കൂർ, ഉറങ്ങിക്കോ. അവൻ നമ്മളോട് ഉറങ്ങാൻ പറയും കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യും? ഫൈൻ ഇസ്തഖല, എന്നാൽ അവൻ എണീറ്റാൽ ഫദക്കറല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തു. എന്താ ദക്കറല്ലാഹ് പറഞ്ഞ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ എന്ന് ചൊല്ലിയിട്ട് അവൻ എണീറ്റു. അപ്പൊ എന്ത് ചെയ്യും? 1 കെട്ട് പൊട്ടും. ഫൈദാ തവല്ലഅ, വുളൂ ചെയ്താൽ 2ാമത്തെ 1 കെട്ട് പൊട്ടും. ഫൈൻ സല്ലൻ ഹലത അഖദ, നിസ്കരിച്ചാലോ 3ാമത്തതും പൊട്ടും. അങ്ങനെ ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, അവന്റെ ഉള്ളിൽ ഒരു ഉന്മേഷവും ഒരു ഉഷാറൊക്കെ ഉണ്ടാകും. ഒരു പുതിയ ദിനത്തിലേക്ക് അവൻ പ്രവേശിക്കും. അല്ലെങ്കിൽ അവന്റെ മനസ്സ് അശുദ്ധമാകും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നിസ്കാരവുമായി ബന്ധപ്പെട്ട മസാലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം സൗകര്യമാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പടച്ചോൻ ചെയ്തതെന്ന്. എന്തെല്ലാം സൗകര്യമാണ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, ഇരുന്ന് നിസ്കരിക്കാൻ അല്ലെങ്കിൽ കടന്ന് നിസ്കരിച്ചാൽ മതി. അപ്പൊ സഹോദരന്മാരെ, വളരെ ശക്തമായി ഈ വിഷയത്തിൽ തെറ്റ് തിരുത്തേണ്ട കുറെ ആൾക്കാരുണ്ട്. വളരെ വ്യക്തിപരമായി ചെവിയിൽ പോയി പറഞ്ഞ പോലെ വിചാരിക്കുക. ഞാന് വളരെ വ്യക്തിപരമായി ചെവിയിൽ വന്ന് പറഞ്ഞതുപോലെ വിചാരിക്കുക. എനിക്കറിയണ ചില ഡോക്ടർമാരൊക്കെ ഉണ്ട്, അവര് 200, 300 പേഷ്യൻസിനെ നോക്കണവരാണ്. പക്ഷെ നിസ്കാരത്തിന് നേരം ഉണ്ടായ ഓരോട് പോകുന്നു. വേദോ ഒരാള് എനിക്ക് ബസ് പോകും എന്നൊക്കെ പറഞ്ഞല്ലോ ഒരു ഡോക്ടറോട്. അപ്പൊ മൂപ്പര് കുറച്ചു കാലം എന്നും അനൗൺസ് ചെയ്യും, പിന്നെ നമ്മളെ ഇന്ന ഭാഗത്തു നിന്ന് വരുന്ന ബസ്, ലാസ്റ്റ് ബസ് ഇത്ര മണിക്കാണല്ലോ. അപ്പൊ ഞാൻ നിസ്കരിക്കാൻ പോയാൽ ചിലപ്പോൾ ഓൽക്ക് അവിടെ നിന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കഴിയണ്ടല്ലോ, നമ്മളെ ഡോക്ടറോട് അവിടെ പോയാൽ മതി, നിങ്ങൾ എന്റെ പേഷ്യന്റിനെ പോകുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല, വീഴ്ച വരുത്തൂല എന്നാ ഞാൻ പറയണേ.
അതുകൊണ്ട് അതിൽ നമുക്കൊരു കണിശമായ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പടച്ചോൻ എന്ത് ചെയ്യും? പിന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് മനുഷ്യന്റെ ഉള്ളിൽ. നമുക്ക് ഓർമ്മ വരും. അത് നിസ്കാരത്തിന്റെ നേരം ഉണ്ടാകുമ്പോൾ ഓർമ്മ വരും. അത് നമ്മളൊരു ശീലമാക്കി എടുത്താൽ തീർച്ചയായും കഴിയും. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിൽ കടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലക്ക് 1-2 പോയിന്റ് ഇന്നത്തെ രണ്ടാമത്തെ ഖുത്ബയിൽ ഉൾപ്പെടുത്തുകയാണ്. കടവുമായി ബന്ധപ്പെട്ട മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കടം രേഖപ്പെടുത്തണം. അപ്പൊ അന്ന് ചെയ്യണം. നമുക്ക് ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. അത് എഴുതി വെച്ചിട്ട് ആരാണോ പിന്നീട് നമുക്ക് ശേഷം അത് വീട്ടാൻ ഉത്തരവാദിത്വമുള്ളവർ അവരോട് അത് സംസാരിക്കണം. അത് വീട്ടാൻ വിൽക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിൽക്കണമെങ്കിൽ വിൽക്കണം എന്ന് പറയണം. അത് കൃത്യതപ്പെടുത്തി നമ്മൾ ആ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണം. രണ്ടാമത്തത്, നല്ല കാര്യത്തിന് മാത്രം കടം കൊടുക്കണം. കടം കൊടുക്കുമ്പോൾ അന്വേഷിക്കണം, എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താ സംഗതി ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആ വ്യക്തിക്ക് വീട്ടാൻ കഴിയാത്ത കാര്യം ആദ്യം ഓന് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ സ്വീപ്പാക്കരുത്. ഒരിക്കലും അവന് വീട്ടാൻ കഴിയാത്തൊരു സംഖ്യ ചോദിക്കുക. അപ്പൊ ഇത് എങ്ങനെയാണ് നീ വീട്ടാൻ വിചാരിക്കണമെന്ന് ചോദിക്കണം. അപ്പൊ ചിലപ്പോൾ അയാളെ കാര്യത്തിൽ നമുക്ക്, അല്ല മോനെ എന്തിനെ പത്രൊക്കെ പൈസ മുടക്കി ഇങ്ങനത്തെ ഒരു പണിക്ക് ഇറങ്ങണേ, ഇജ്ജ് ഒന്ന് പോയിട്ട് ഇന്നാളോടൊന്ന് ചർച്ച ചെയ്ത് നോക്കാം, അത് അവിടെ വിജയിക്കുമെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പണിയുണ്ട്. ഈ കടം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അയാളൊന്ന് കേട്ട് അയാളൊന്ന് എഡിറ്റ് ചെയ്യുക. ചിലത് കത്തൂല സഹോദരന്മാരെ, മനുഷ്യന്മാർക്ക് ചിലത് കത്തൂല. ഭയങ്കര പ്രതീക്ഷകളായിരിക്കും. ഓഫറുകളും മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അയ്യമ്മ ഇങ്ങനെ കത്തിക്കയറി പോയിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും അബദ്ധങ്ങളിൽ പോയി ചാടണ സാഹചര്യം പലരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി മറ്റൊരു കാര്യം, കടക്കാരന്റെ കാര്യത്തിൽ എന്താണ്, അയാളെ സഹായിക്കുക എന്നുള്ളത് ഒരു പ്രധാന സംഗതി തന്നെയാണ്. ഒരാൾക്ക് കടം കുടുങ്ങി, നമ്മുടെ അടുത്തൊരു കടം കുടുങ്ങി, അയാളോട് എനിക്ക് ഒരു 5 ലക്ഷം റുപ്യ തരാണ്ട്, ഇതൊരു 2 കൊല്ലം കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇത്ര രൂപ ആക്കിയിട്ട് തരാൻ നോക്ക്. അങ്ങനെ അല്ല, നമ്മളൊരു കടം തരാനുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അയാളെ നേരെ ഇങ്ങനെ കത്തിയെടുക്കേണ്ട ഒരു സ്വഭാവത്തേക്ക് പോയാൽ അത് വലിയ വിഷമാണ്. മനുഷ്യന്മാർക്ക് ജനുവിനായ കടങ്ങളെ കുറിച്ചാണ് ഞാൻ പറയണത്. നമ്മളിങ്ങനെ പരിശോധിച്ച് കൊടുക്കുമ്പോൾ ജനുവിനായ കടം മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഹദീസുകൾ, മൈസറ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഏറ്റവും ദൈർഘ്യതയുള്ള ആയത്ത് കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. അത് പറഞ്ഞപ്പോ അതിലൊരു ഉദ്ർ കൊടുക്കുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ എന്താ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട നിയത്ത്? മൻ സറഹു അൻ യുൻജിയല്ലാഹു മിൻ കർബി യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അവൻ എന്ത് ചെയ്യട്ടെ? അവൻ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ കടവുമായി ബന്ധപ്പെട്ട് കടപ്പത്രം എന്നുള്ളത് കൃത്യമായി എഴുതി, അത് വാപ്പ മോന് കൊടുക്കണമെങ്കിലും മോന് വാപ്പാക്ക് കൊടുക്കണമെങ്കിലും ഒക്കെ കൃത്യമായി സാക്ഷി വേണം. വാങ്ങിയ കടത്തിന് സാക്ഷി വേണം. സാക്ഷി ഉണ്ടായി കാര്യങ്ങൾ ചെയ്യണം. അത് പൈസ കൊടുക്കുമ്പോൾ ആ സാക്ഷിയെ അറിയിക്കണം. ഇപ്പൊക്കെ സുഖമാണ്, ഇപ്പൊക്കെ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ആയതുകൊണ്ട് രേഖയൊക്കെ ഉണ്ടാവും, കറക്റ്റ് രേഖയൊക്കെ ഉണ്ടാവും, ഇന്ന ഡേറ്റിന് എന്നോ കൊടുത്തു എന്നൊക്കെ കിട്ടും. എന്നാൽ പോലും ഇസ്ലാം ആ എഴുതി വെക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ ആ വാട്സപ്പിൽ ആ നോട്ടിൽ ഒന്നിങ്ങനെ എഴുതിയിട്ട് ഇത്ര റുപ്യ കൊടുത്തു, ഇത്രാം തീയതി കൊടുത്തു, അവിടെ ഒരു കൂലി നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് എന്ന് കൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇതുപോലെ വെള്ളിയാഴ്ചകളിൽ നമുക്ക് കിട്ടുന്ന ഉത്ബോധനങ്ങളിൽ നിന്ന്, മറ്റു പഠന സെഷനുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പഠിച്ച് പകർത്തി മുന്നോട്ട് പോകുന്ന ആളുകളായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മൂമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങൾ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. വേദനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അതിൽ നിന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയവർക്ക് അള്ളാഹു അവരുടെ വിവാഹത്തെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه، ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين.